വാർ പോലെ വണ്ണം കൊണ്ടായി വന്തായി ഗോപാലനെ. നമ്മൾ ഈ പാട്ടിന്റെ താളം എനിക്ക് പാടാൻ അറിയില്ല. പാട്ടിലെ സാഹിത്യത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 1983 കെ വിശ്വനാഥൻ സംവിധാനം ചെയ്ത തെലുങ്കിലെ സാഗർ സംഗമം എന്നൊരു സിനിമയാണ്. അത് തമിഴിലെ സലൈങ്കൈ ഒലി എന്നും മലയാളത്തിൽ സാഗര സംഗമം എന്ന പേരിൽ കമലഹാസൻ നായകനും ജയപ്രഭ നായികയുമായിട്ട് നൃത്തത്തിനും സംഗീതത്തിനും പ്രാധാന്യമുള്ള ഒരു സിനിമ ഇറങ്ങിയിരുന്നു. മലയാളത്തിലെ ശ്രീകുമാര തമ്പി സാറാണ് അതിന്റെ ഗാന രചന നിർവഹിച്ചത്. പി ജയചന്ദ്ര സാറും പി സുശീലയും കൂടെ ചേർന്ന് പി മാധുരിയും കൂടെ ചേർന്ന് സുശീലല്ല പി മാധുരിയും കൂടെ ചേർന്ന് വളരെ മനോഹരമായി ആ പാട്ട് പാടിയിട്ടുണ്ട്. കാർമേഘ വർണ്ണന്റെ മാറിൽ, കാർമേഘൻ വാർമേഘവുമാണ്. വാർമേഘ വർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ, മാലകൾ കാമിനിമാർ എന്നാണ് അതിന്റെ വരികൾ തുടങ്ങുന്നത്. കാർമേഘവർണ്ണൻ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള സംഭവങ്ങളെ, അല്ലെങ്കിൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളെ വളരെ മനോഹരമായി കുറച്ച് വരികൾ, ഒരു 10, 12, 14, 16 വരികളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. മഹാഭാരതത്തിലും ഭാഗവതത്തിലും പുരാണങ്ങളിലും ഒതുങ്ങാത്ത ഒരു മഹത്തായ ശ്രീകൃഷ്ണ അവതാരത്തെ കുറച്ചു വരികളിലൂടെ ഏറ്റവും സുന്ദരമായി ശ്രീകുമാര തമ്പി സാർ എഴുതി വെച്ചിരിക്കുന്നു. അതാണ് ഈ പാട്ടിന്റെ സാഹിത്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പാട്ടിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യുന്നത്. അതിന് തുടക്കം ഇങ്ങനെ വാർമേഘവർണ്ണന്റെ മാറിൽ മാലകൾ ഗോപിക. ചിലർ കാർമേഘവർണ്ണൻ എന്ന് പറയുന്നു. മാലകളും ഗോപികമാരും, മാലകൾ കാമിനിമാർ. ശ്രീകൃഷ്ണ ഹൃദയത്തില് ഗോപികമാര്, ഒപ്പം മാലകള്, ഒപ്പം ശ്രീകൃഷ്ണ ഇഷ്ടപ്പെടുന്ന കാമിനിമാർ. അങ്ങനെ കാമിനികാരെ കൊണ്ട് നിറഞ്ഞ ആ ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലം അത് തുടങ്ങുന്നത് അറിയാലോ, മണ്ണ് തിന്ന കണ്ണനല്ലേ, മണ്ണ് തിன்று വളർന്നോനെ എന്നാണ് തമിഴിൽ പറയുന്നത്. മണ്ണ് തിன்று വളർന്നോനെ എന്നാണ് തമിഴിൽ. മണ്ണ് തിന്ന കണ്ണനല്ലേ, മണ്ണിൽ നിത്യനാഥനല്ലേ. മണ്ണ് തിന്ന് ശ്രീകൃഷ്ണൻ വളർന്ന, അറിയാലോ, കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണൻ കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോൾ മണ്ണ് വായിലിട്ട് തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് യശോദ ഓടി വരികയും ശ്രീകൃഷ്ണനോട് വാ തുറക്കാൻ പറയുകയും വാ തുറന്നപ്പോൾ ഏരിയയിൽ 14 ലോകങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ശ്രീകൃഷ്ണന് മുമ്പിൽ ഇങ്ങനെ സ്തബ്ധയായിട്ട് നിന്ന യശോദയുണ്ട്. ആ യശോദയുടെ ആ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ മണ്ണ് തിന്ന ശ്രീകൃഷ്ണന്റെ കഥ, മണ്ണു തിന്ന കണ്ണനല്ലേ, മണ്ണിൽ നിത്യനാഥനല്ലേ, മണ്ണിൽ നിത്യനാഥൻ. ഇനിയോ ശ്രീകൃഷ്ണന്റെ ജനനം ജയിലിലാണ്, കാരാഗൃഹത്തിലാണ്. ആ കുട്ടിക്കാലം മുതൽ അനുഭവിച്ച വേദനയുടെ വലിയൊരു തലമുണ്ട്. ശ്രീകൃഷ്ണൻ മാത്രമല്ല, വസുദേവരും യശോദയും അനുഭവിച്ച വേദന. അതാണ് അടുത്ത വരിയിൽ. എന്താണ്? വേദനയിൽ ജനിച്ചോനെ, കണ്ണുനീരിൽ ജനിച്ചോനെ, കന്നിച്ചിത്തൻ കവർന്നോനെ. കണ്ണുനീരിൽ ജനിച്ചവൻ എന്നാ പറയുന്നത്. കണ്ണുനീരിൽ ജനിച്ചോനെ, കന്നിച്ചിത്തൻ കവർന്നോനെ. കന്നിച്ചിത്തം, ചിത്ത മനസ്സാണ്. കന്നിച്ചിത്തം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സ് പൂർണ്ണമായിട്ടും കവർന്നെടുക്കുന്നവന്, ഹൃദയം കവർന്നെടുക്കുന്നവൻ. ശ്രീകൃഷ്ണൻ അറിയാതെ ആളുകൾ ഇഷ്ടപ്പെട്ടു. അതാണ് കന്നിച്ചിത്തൻ കവർന്നോനെ. മോഹനമം വേണുഭൂതും മോഹനങ്കൻ പുരുവന്നി. പുരുവൻ എന്നൊരു പദമുണ്ട്. പുരുവൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്നാണ് മഹാവിഷ്ണുവിനെ വിളിക്കുന്നത്. പുരുഷന്മാരുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ദൈവം ശ്രീകൃഷ്ണൻ അതായിരുന്നു. അതുകൊണ്ടാണ് മോഹനമായി മനോഹരമായിട്ട് ഓടക്കുഴൽ വായിക്കുന്ന, മോഹനമായി വേണുമൂതും മോഹനാങ്കൻ പുരുവന്നെ. മോഹിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയ സുന്ദരനാണ്. ഇനിയോ ശ്രീകൃഷ്ണന്റെ ബാലകാല ലീലകളും, ശ്രീകൃഷ്ണന്റെ മധുരയിലെ അമ്പാടിയിലെ സ്ത്രീകളുടെ വസ്ത്രാപഹരണവും മരത്തിൽ കയറിയിരിക്കുന്നതും ഒക്കെ നമുക്കറിയാം. ഗോപികമാര് കുളിക്കുമ്പോൾ അവരുടെ വസ്ത്രം അപഹരിച്ചുകൊണ്ട് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ശ്രീകൃഷ്ണനെ പറയുന്നുണ്ട്. അതിവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ചേലകൾ കവർന്ന് ചേലിൽ ദേഹദാഹം തീർത്തോനെ. ചേലകൾ കവർന്നിട്ട് ദേഹത്തിന്റെ ദാഹം തീർത്തോനെ എന്ന് കവി പറയുമ്പോൾ നമുക്ക് തോന്നും ശ്രീകൃഷ്ണന് ദേഹത്തിന്റെ ദാഹമുണ്ട്. ശ്രീകൃഷ്ണന്റെ ദേഹദാഹമല്ല, മറിച്ച് ഗോപികമാരുടെ ദേഹദാഹം. എന്താണ് ദേഹത്തിന്റെ ദാഹം എന്ന് പറഞ്ഞത്? പരമമായ അർത്ഥത്തിൽ പറഞ്ഞാൽ മോക്ഷമാണ്. ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേരുകയാണ്, ലയിച്ചു ചേരുക, ഭഗവാന്റെ പാദത്തിൽ അലിഞ്ഞു ചേരുക.
ചേലകൾ കവർന്ന് ചേലിൽ, നീ അവരുടെ വസ്ത്രങ്ങൾ, ചേല അമ്പര വസ്ത്രം കവർന്ന് ചേലിൽ. അതോടുകൂടി അവർ ദിഗംബരരായി. അവർ നിന്നോടൊപ്പം അങ്ങനെ അലിഞ്ഞു, അവരുടെ ദേഹത്തിന്റെ ദാഹം, അവരുടെ ദേഹത്തിന്റെ ആഗ്രഹം നീയുമായിട്ട് അലിഞ്ഞു ചേരണം. അങ്ങനെ അവരുടെ ദേഹത്തിന്റെ ദാഹം തീർത്തവനാണ് നീ. പിന്നെയോ, പൂന്താനം കവിതകളിൽ പൂമണമായി, പൂന്താനത്തിന്റെ കവിതകളിൽ പൂമണമായി പൂത്തവനെ. പൂന്താനത്തിന്റെ കവിതകൾ നമുക്കറിയാം, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താന ഗോപാല, ഇതിൽ രണ്ടിലെയും നായകൻ ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണന്റെ അപദാനങ്ങള് അതിനകത്ത് വർണ്ണിക്കുക. ആ അപദാനങ്ങൾ വർണ്ണിച്ച പൂന്താനം, ജ്ഞാനപ്പാന പോലും മഹത്തായ കാവ്യം എഴുതിയ പൂന്താനത്തിന്റെ കവിതകളിൽ പോലും വിഷയമായി തീർന്നവനെ, രാമൻ സോദരനെ. രാമൻ ബലരാമനാണ്, ശ്രീരാമനല്ല, ബലരാമൻ, രാമന്റെ സഹോദരനെ. മമ മായാമാധവനെ, എൻ്റെ മായ നിറഞ്ഞ അല്ലയോ മാധവ, അല്ലയോ മഹാവിഷ്ണു, അല്ലയോ ശ്രീകൃഷ്ണ. ഇത്ര സുന്ദരമായിട്ടാ പറഞ്ഞത്. ഇനിയും വരുന്ന ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ അവതാരങ്ങൾ. അടുത്തത് വരുന്നത് ഇങ്ങനെ, വേഷം കെട്ടി നടന്നോനെ, വേദനയിൽ ചിരിച്ചോനെ. വേഷം കെട്ടി നടക്കുക. ശ്രീകൃഷ്ണന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഓരോ കാലഘട്ടത്തിലും ശ്രീകൃഷ്ണന്റെ വ്യത്യസ്തമായ രൂപഭാവങ്ങള്, അല്ലെ, ഇരുമരുതായിട്ട് വന്ന് ശ്രീകൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ, പിന്നെയോ ഉരലിൽ കെട്ടിയിട്ട രൂപത്തിൽ ഉരല് വലിച്ചു കൊണ്ട് നടന്നത്, മരങ്ങൾ മറിച്ചിട്ട് അസുരന്മാരെ കൊന്നത്, പൂതനയായിട്ട് വന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പൂതനയുടെ മാറിടത്തിൽ നിന്ന് ചോര വലിച്ചു കുടിച്ച് പൂതനയെ കൊന്നതൊക്കെ, പൂതനയ്ക്ക് മോക്ഷം കൊടുത്തതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള വേഷം കെട്ടലാണ് ശ്രീകൃഷ്ണന്റെ. അപ്പോ വേഷം കെട്ടി നടന്നോനെ, വേദനയിൽ ചിരിച്ചോനെ. വേദനയിലും ചിരിക്കുവാൻ കഴിയുക, അസാമാന്യമായ മെയ്യടക്കും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നവരെ കിട്ടും. ഈശ്വരനായിരുന്ന ശ്രീകൃഷ്ണൻ അത് കഴിഞ്ഞിരുന്നെന്നാണ് ശ്രീകുമാരൻ തമ്പി സാറ് പറയുന്നത്. എന്താണ് ഈ വേദനയിൽ ചിരിക്കുക എന്ന് പറയുന്നത്? നമുക്കറിയാം, ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെ ശാപവാക്കുകളുടെ വലിയൊരു ഘോഷയാത്രയുണ്ട്. മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ സെമന്ത പഞ്ചകത്തിൽ വെച്ച് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കുന്നുണ്ട്, കൃഷ്ണ, നിനക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു, നീയും നിന്റെ വംശ പരമ്പരയും ഇതുപോലെ കണ്ണീരിൽ കുതിർന്നു തീരട്ടെ, ആ വേദന അനുഭവിക്കട്ടെ. ആ ശാപത്തെ ചിരിയോടുകൂടിയാണ് ശ്രീകൃഷ്ണൻ ഏറ്റുവാങ്ങുന്നത്. ദുർവാസ മഹർഷിയും മറ്റൊരു മുനിയും കൂടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കളിയാക്കുവാൻ ശ്രമിച്ച സമയത്ത് ആൺവേഷം ഗർഭം വേഷം കെട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇവൻ പ്രസവിക്കുന്നത് ഇരുമ്പലൊക്കെയാകുമെന്നും അത് നിങ്ങളുടെ നാശത്തിന് കാരണമായി തീരുമെന്നും പറയുകയും ആ ശാപം ഏറ്റുവാങ്ങിയിട്ട് ആ ഇരുമ്പലൊക്കെ രാഗി കടൽ കളയുക. അതിന്റെ അറ്റത്തിരുന്നിരുന്ന ആ ഇരുമ്പിന്റെ ചെറിയൊരു കഷ്ണമാണ് വേടൻ അമ്പായിട്ട് ഉപയോഗിച്ച് ശ്രീകൃഷ്ണന്റെ പാദത്തിൽ കൊള്ളിച്ചിട്ട് പാദവുമായിട്ട് ആ പാദത്തിൽ കൊണ്ട് അമ്പുമായിട്ട് സ്വർഗാരോഹണം നടത്തിയത്. ജീവിതത്തിലെ ധാരാളം പ്രാവശ്യം തെറ്റിദ്ധരിക്കപ്പെട്ട ആള്. വേദനയിൽ ചിരിക്കുവാൻ കഴിയുന്ന അങ്ങനെയാണ്. വേദനയിൽ ചിരിച്ചോനെ, വേദനയിൽ ചിരിക്കുവാൻ. രാസലീല ആടിയോനെ. എന്താണ് ഈ രാസലീല? ശ്രീകൃഷ്ണൻ അമ്പാടിയിലായിരുന്നപ്പോഴത്തേക്ക് അമ്പാടിയിലെ ഗോപികുമാർക്കെല്ലാം ശ്രീകൃഷ്ണൻ ഭർത്താവായിട്ടാണ്. ശ്രീകൃഷ്ണൻ തന്നെ മനോഹരമായ ഓടക്കുഴലുമായിട്ട് രാത്രിയിൽ നിലാവത്ത്, ചന്ദ്രിക കുളിർച്ചു നിൽക്കുന്ന നിലാവത്ത് വന്ന് ഓടക്കുഴൽ വായിക്കുമ്പോൾ ഗോപസ്ത്രീകളെല്ലാം വന്ന് ഇങ്ങനെ നിരന്ന് നിൽക്കും. അവർക്കെല്ലാം ശ്രീകൃഷ്ണൻ ഭർത്താവണം. ശ്രീകൃഷ്ണൻ തന്റെ രാസലീല അവിടെ കാണിക്കുകയാണ്. എന്താണ് രാസലീല എന്ന് പറയുന്നത്? ഓരോ ഗോപസ്ത്രീകയ്ക്ക് തുല്യമായ ഓരോരോ ശ്രീകൃഷ്ണനായിട്ട് മാറും. 1000 ഗോപസ്ത്രീകൾ ഉണ്ടെങ്കിൽ 16,000 ഗോപസ്ത്രീകൾ ഉണ്ടെങ്കിൽ 16,000 ശ്രീകൃഷ്ണന്മാരെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവരെയൊക്കെ അവരുടെ മനസ്സിലൊക്കെ കടന്നു കയറിയ രാസലീലാണ് കഥ. അവരുടെയൊക്കെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ശ്രീകൃഷ്ണൻ മാറുകയാണ്. അതുകൊണ്ടാണ് രാസലീല ആടിയോനെ 16,000 ഗോപസ്ത്രീകൾക്ക് ഒരാൾക്ക് ഒരു ശ്രീകൃഷ്ണൻ വെച്ച് 16,000 ശ്രീകൃഷ്ണന്മാരായിട്ട് മാറിയ കഥയാണ് രാസലീല. രാസലീലയിൽ വേറെ ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ രാസലീല ആടിയോനെ, രാജ്യഭാരം ചെയ്തോനെ, പിന്നീട് മധുരയിലെ രാജാവായിട്ട് മാറി. അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണ്ട. ഗീതാർത്ഥ സാഗരത്തിൽ നീ ചരിത്രം മാറ്റിയില്ലേ. ഗീതാർത്ഥ സാഗരം, എന്താണ് ഗീത? ഭഗവത്ഗീതയെ. ഭഗവത്ഗീതയുടെ സത്യം ബ്രൂയത് പ്രിയം ബ്രൂയത് ന ബ്രൂയത് സത്യം അപ്രയം എന്ന് പറഞ്ഞ ആ
സത്യം പറയാ, പ്രിയം പറയാ, അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ യുദ്ധസന്നദ്ധനാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ കൊടുത്ത സാരോപദേശങ്ങളാണ് പിൽക്കാലത്ത് ഗീതാസാരമായിട്ട് മാറിയത്. അത് ശ്രീകൃഷ്ണന്റെ അപദാനങ്ങളും ശ്രീകൃഷ്ണന്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെയാണ്. ഞാൻ തന്നെയാണ് ഈ കാണുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഗീതാസാരമായി തീർന്നവൻ. ആ ഗീതാസാരമായി തീർന്ന നീ ചരിത്രം തന്നെ മാറ്റിയെന്നാണ് കവിയുടെ പറയുന്നത്. നീലനായി നിഖിലനായി കാലമായി നിൽക്കയല്ലേ. അങ്ങനെയുള്ള നീ നീലനായി, നീല നിറത്തിലുള്ള നിറത്തോടുകൂടി. നീലനിറം പരിശുദ്ധിയുടെ, പ്രതീക്ഷയുടെ നിറം കൂടെയാണ്. നിഖിലനായി, എന്നെന്നും നിലനിൽക്കുന്നവനായിട്ട്, കാലമായി നിൽക്കുകയല്ല. നമ്മുടെ മുമ്പിൽ കാലമായിട്ട് കാലമാണ് ശ്രീകൃഷ്ണൻ. വരും കാലം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടിട്ട് ഉപദേശം നൽകി കാലത്തോടൊപ്പം നമ്മളോടൊപ്പം സഞ്ചരിച്ച് നമ്മളിൽ ഒരാളായിട്ട് നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് നീ. കാലമായി നിൽക്കുന്നവന്. ചെറുശ്ശേരി ഗാനത്തിൻ അലകളായി പെയ്തവൻ. ചെറുശ്ശേരിയുടെ ഗാനം എന്നാ കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥയെ ശ്രീകൃഷ്ണ സ്വർഗാരോഹണം, ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശ്രീകൃഷ്ണന്റെ അപദാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുശ്ശേരിയുടെ ഗാനത്തിന്റെ അലയായി മാറിയവനെ, രാമൻ സോദരനെ, മമ മായാമാധവനെ, അങ്ങനെ രാമന്റെ സഹോദരനായവനെ, മമ മായാമാധവനെ, മേഘ വർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ. അത്ര മനോഹരമായിട്ടാണ് ഒരു പാട്ടിലൂടെ ശ്രീകൃഷ്ണന്റെ ചരിത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ പാട്ട് ഇനിയൊന്ന് കേട്ടു നോക്കണം. കേട്ടു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥതലങ്ങളും വ്യാപ്തിയും, എന്താണ് രാസലീലയെന്നും എന്താണ് പുരുവനെന്നും അങ്ങനെയാണ് ഗോപികമാരുടെ ദേഹദാഹം തീർത്തതുമെന്നൊക്കെ നമുക്കറിയാൻ കഴിയും. വളരെ മനോഹരമായ ഒരു പാട്ടിലൂടെ ശ്രീകൃഷ്ണന്റെ ചരിതം മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പാട്ടിലെ സാഹിത്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അയച്ചു തരിക. നമുക്ക് വീണ്ടും കാണാം. പാട്ടിലെ സാഹിത്യവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.